ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജാനാവൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഒരാഴ്ച അല്ലായി എന്ന് തോന്നുന്നു വീഡിയോ ഒന്നും ഇടാത്ത. മോന് ഗൾഫിലേക്കെല്ലാം പോയി ആ തിരക്കിലെല്ലാം ഉണ്ടായി. അങ്ങനെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അൽഹംദുലില്ലാ മോനെ എത്തിയിട്ട് വിളിച്ച് എത്തീനെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ എന്തെന്ന് നോക്കാം. അപ്പോൾ ഒരു മീനിൻ്റെ മഞ്ഞത്തണ്ണിയാക്കുന്നുള്ളത്. ഈ മീൻ ഏതെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളെ നാട്ടിലെല്ലാം എന്ത് ഈ മീനിന് പറയുന്നതെന്ന് കമൻ്റ് ആക്കാവേ. ഞങ്ങളവിടെ മാലാനെന്ന് പറയുവിനെ. മാലാൻ നല്ല ഫ്രഷ് മാലാൻ. ഇതാ ഇപ്പോൾ എല്ലാവരും ഫ്രഷാന്നല്ല നോക്കുന്നത്. ഇതാ ഈടല്ലേ, ഈട ഇങ്ങനെ ഇതാക്കിയിട്ട് നോക്കും ഫ്രഷ് ഉണ്ടാകുന്നല്ല. ഇപ്പോൾ നല്ല ഫ്രഷ് മീനിത്. ഇപ്പം ഞാൻ മുറിച്ചിട്ടെല്ലാം എടുത്ത് നമുക്ക് ആടുന്ന് മുറിച്ചിട്ട് കൊണ്ടുവരുന്ന തന്നെ നല്ലത്. നമ്മളെ പല കത്തിയല്ല നല്ല മൂർച്ച വേണം നമുക്ക് ഇങ്ങനെ പിന്നെല്ലാം നല്ല പീസാക്കാണെങ്കിൽ. ഇപ്പം ഞാൻ എങ്ങനെയെങ്കിലും മുറിച്ചിട്ടെടുത്ത്. അപ്പോൾ ഇനി കറി വെക്കാൻ തുടങ്ങാം. നല്ലൊരു മാങ്ങ ഇട്ടിട്ട് മഞ്ഞത്തണ്ണി ആക്കതിനെ. അപ്പോൾ എങ്ങനെ ഞാൻ ആക്കിയെന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മണ്ണിൻ്റെ ചട്ടി തന്നെ എടുത്തിന്. നല്ല കാണാനെല്ലാം നല്ല എന്നല്ലേ മണ്ണിൻ്റെ ചട്ടിയിൽ. അപ്പോൾ ഞാൻ മണ്ണിൻ്റെ ചട്ടിയിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മണ്ണിൻ്റെ ചട്ടി എടുത്തിന്. അതിലേക്ക് തേങ്ങ എണ്ണ തന്നെ ഒഴിച്ച് കൊടുത്തിന്. അപ്പോൾ തേങ്ങ എണ്ണ ചൂടായിട്ട് വന്നിട്ടാകുമ്പോൾ അതിലേക്ക് കറിച്ചപ്പലയും വെള്ളുള്ളിയും ഇഞ്ചിയും കുത്തിയിട്ടിട്ട് കൊടുത്തിന്. ഈ മണ്ണിൻ്റെ ചട്ടിയിൽ കറി വെക്കുമ്പോൾ ഇല്ലേ അതൊരു സ്വാദ് വേറെ തന്നെ വാ. ഇപ്പോൾ ഇഞ്ചിയും വെള്ളുള്ളി എല്ലാം ഇല്ല മൂത്തിട്ട് വരുമ്പോൾ ഇല്ലേ ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി ഞാൻ ഇടി തന്നെ ഇട്ടിട്ട് കൊടുത്തിനെ. ഇങ്ങനെ ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ തൊല്ലിയിട്ടില്ലേ ചൂളിയെല്ലാം എടുത്തിട്ട് അതിലേക്ക് ഇടി ഉള്ളി തന്നെ ഇട്ടിട്ട് കൊടുത്തിന്, ചെറിയ ഉള്ളി. ഇനി ഇതിലേക്ക് നീരുള്ളി ഇല്ലേ വലിയ നീരുള്ളി ഒന്നിട്ടിട്ട് കൊടുത്തിന്. ചെറിയ ഉള്ളി ഇല്ലേ ഒരു 5 തന്നെ ഇടി തന്നെ ഇട്ടിട്ട് കൊടുത്തിന്. പിന്നെ നീരുള്ളി ഒന്നിട്ടിട്ട് കൊടുത്തിനത്. ഞാൻ ഈ കറിക്കില്ലേ മാങ്ങ ചേർക്കുന്നത്, അതുകൊണ്ട് ഞാൻ തക്കാളി ഒന്നും ഇടുന്നില്ല. തക്കാളി വേണ്ടിയവർക്ക് തക്കാളി ഇടാം. ഞാൻ പിന്നെ മാങ്ങ തന്നെ ഇട്ടിന്. മാങ്ങാൻ്റെ അടുക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കലില്ല. എന്നെ കൊണ്ട് മാങ്ങ തന്നെ ഇട്ടിട്ട് കൊടുത്തിനത്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടിട്ട് കൊടുത്തിന്. ഇപ്പോൾ ഞാൻ ഈ ഫ്രഷായിട്ട് അരച്ചിനത് മുമ്പ് ഫ്രിഡ്ജിലൊന്നും വെച്ച മുളകല്ല. ഞാൻ അപ്പളേക്കപ്പം അരച്ച മുളക് ഇതിപ്പോൾ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജാസ്തി തന്നെ അരച്ചിട്ട് വെച്ചിന്. അപ്പോൾ അതിൻ്റെ കല്ല് കയ്യ വെള്ളവും മുളകിൻ്റെ വെള്ളമെല്ലാം ഉണ്ടായി. അതും ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്ത്. ഞാൻ കുറച്ച് ജാസ്തി തന്നെ മുളക് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതല്ല, എല്ലാം തീർന്നിട്ടുണ്ടായി. അപ്പളേക്കപ്പം അരച്ചിനത് ഞാൻ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജാസ്തി തന്നെ അരച്ചിനാഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഫ്രഷായ വെള്ളം ഉണ്ടായി. ആ വെള്ളത്തിന് ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് കൊടുത്ത്. പിന്നെ കുറച്ച് ആദിയിൽ ആ വെള്ളം അല്ലാതെ കുറച്ച് വെള്ളവും ആദിയിലും വീട്ടിയിട്ട് കൊടുത്ത്. ഇത് മാങ്ങ ഇട്ടിട്ട് കൊടുത്ത്. പിന്നെ തക്കാളി ഇടുന്നില്ല, മാങ്ങ തന്നെ ഇട്ടിട്ട് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ അധികവും മഞ്ഞത്തണിക്ക് മാങ്ങ തന്നെ ഇട്ടിട്ട് കൊടുക്കും. മാങ്ങ അല്ലെങ്കിൽ അമ്പട്ട അങ്ങനത്തതെല്ലാം ഇട്ടിട്ട് കൊടുക്കുന്ന മഞ്ഞത്തണിക്ക്. പുളി തക്കാളി അങ്ങനത്തെ എല്ലാം ഇടൽ കുറവ് തന്നെ. തക്കാളി വേണമെങ്കിൽ ഒരേക്കും ഇട്ട് കൊടുക്കും. പിന്നെ പുളി ഇടല മാങ്ങ ഇട്ടെങ്കിൽ. പുളി മഞ്ഞത്തണ്ണി പുളിയിട്ട മഞ്ഞത്തണ്ണി വെക്കലേ കുറവ് തന്നെ. മാങ്ങ ഇട്ടിട്ട് തന്നെ വെക്കുന്നത്. മാങ്ങവും അമ്പട്ടയും ഇട്ടിട്ട് തന്നെ വെക്കൽ അധികവും. നിങ്ങളിങ്ങനെയാണ് വെക്കുന്നത് എല്ലാം കമൻ്റ് ആക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിന്. ഞാനിപ്പോൾ അരക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് കൊടുത്തിനത് മഞ്ഞൾപ്പൊടി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടിയിട്ട് പിന്നെ ഇനി ഇതിനെ മൂടിയിട്ട് വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാം. മുളക് നല്ല പാങ്ങല തളിച്ചിട്ടാണ് മീനിടണമെങ്കിൽ. ഇതിൻ്റെ മുളകിൻ്റെ തൊയ്പ്പെല്ലാം കെട്ടിട്ടായിട്ട് നമുക്ക് മീനിട്ടിട്ട് കൊടുക്കണം. മാങ്ങ എല്ലാം ബന്ധിട്ട് പറഞ്ഞാലേ മാങ്ങ ഇട്ടതല്ലേ. മാങ്ങ ഇപ്പോൾ നമുക്ക് മാങ്ങ ബന്ധിട്ടില്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടില്ലേ അതിനെ നെലിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല വടിഞ്ഞിട്ടില്ല പുളിയെല്ലാം അളിയിട്ട് വരുന്നേ. ഇത് കുറച്ച് തിളച്ചിട്ടില്ല, ഇനിയും തിളക്കാനുണ്ട്.
അപ്പം ഞാൻ കുറച്ച് ഇളക്കി കൊടുത്തിട്ടായിട്ട് ആദിയിൽ മൂടിയിട്ട് വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുന്നത്. അതിന് ഉപ്പ് തേഞ്ഞിനാ നല്ല നോക്കണം ഞമ്മ. ഉപ്പ് തേഞ്ഞിട്ടില്ലെങ്കിൽ ആദിയിൽ ഇട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പെല്ലാം കറക്റ്റായിന്. ഇപ്പം നല്ല പാങ്ങല തളിച്ചിട്ട് വരട്ടെ. അങ്ങനെ ആദിയിൽ ഞാൻ മൂടിയിട്ട് വെച്ച്. ഇപ്പം നല്ല പാങ്ങല തളിച്ചിട്ട് വന്നിനി. തളിച്ചിട്ട് മാങ്ങ എല്ലാം വെന്തിട്ട് വന്നിനി. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ചിട്ട് വെച്ച മീനിട്ടിട്ട് കൊടുക്കാം. മുറിച്ചിട്ട് കൈയിട്ടെല്ലാം വെച്ചിന് മീനിട്ടിട്ട് കൊടുക്കുക. ഇതിൽ ഇപ്പോൾ ഒരു മീൻ ഉണ്ടായതല്ലേ. ഈ മീൻ എല്ലാം ഞാൻ എടുത്തിട്ടില്ല. ഇപ്പോൾ പിന്നെ ഒരു 4 കഷ്ണമില്ലേ ഫ്രൈ ആക്കാൻ വെച്ചിന്. പിന്നെ ബാക്കിയുള്ളതാണ് ഞാൻ മഞ്ഞത്തണ്ണി ആക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനെയാണ് മഞ്ഞത്തണ്ണി ആക്കുന്ന മാങ്ങ ഇട്ടിട്ട് ഇങ്ങനെ മഞ്ഞത്തണ്ണി ആക്കുന്ന എല്ലാം കമൻ്റ് ആക്കുക. മാങ്ങ ഇട്ട മഞ്ഞത്തണ്ണി ഇല്ല എന്തോ ഒരു പാങ്ങ തന്നെ നിങ്ങൾ വെച്ചിട്ട് നോക്കണോ ഇങ്ങനെ മഞ്ഞത്തണ്ണി. പിന്നെ ഈ മാലാനല്ലല്ല നല്ല ചാറാക്കാൻ നല്ല മീൻ ചാറാക്കുന്ന മീനല്ലേ. ഞാനിപ്പോൾ പിന്നെ ചാറ് വേണ്ട മഞ്ഞത്തണ്ണി തന്നെ ആക്കാലിട്ടില്ല. മാങ്ങ ഇട്ടിട്ട് നല്ല മഞ്ഞത്തണ്ണി ആക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാം മഞ്ഞത്തണ്ണി ആക്കല ചാറാക്കണ എല്ലാം കമൻ്റ് ആക്കുക. നിങ്ങൾക്ക് മീനിൽ എന്ത് ഇഷ്ടം, തലയ അതിൻ്റെ പീസ ഏത് ഇഷ്ടം എല്ലാം കമൻ്റ് ആക്കുക. ഞങ്ങൾക്കെല്ലാം ഈ മീനിൻ്റെ തലയാണ് ഇഷ്ടം. വലിയ മീനിൻ്റെ തലയെല്ലാം ഭയങ്കര ഇഷ്ടം ഞങ്ങൾക്കെല്ലാം. തല എന്നെ കൊടുന്നിട്ട് ആക്കുറൻ്റെ എല്ലാം തല എന്നെ കൊടുന്നിട്ട് കറിയാക്കലെല്ലാം ഉണ്ട് ഇങ്ങനെ മഞ്ഞത്തണ്ണി മാങ്ങ ഇട്ടിട്ട്. തല എല്ലാം ഭയങ്കര ഇഷ്ടം ഞങ്ങൾക്ക്. പീസ് അത്ര ഇഷ്ടമല്ല മീനിൻ്റെ. പിന്നെ അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇങ്ങനെ എല്ലാം കമൻ്റ് ആക്ക്. പിന്നെ ഇത് കുറച്ച് തളിച്ചിട്ട് വന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ കറിച്ചപ്പല ഇട്ടിട്ട് കൊടുത്തേ. മുമ്പ് കുറച്ച് കറിച്ചപ്പല ഇട്ടിട്ട് കൊടുത്തിനാഞ്ഞ്. അത് ഫ്രൈ ആക്കുമ്പോൾ ഉള്ളി ഇതെല്ലാം ഫ്രൈ ആക്കുമ്പോൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തിന്. പിന്നെ അതിൽ ലാസ്റ്റ് കുറച്ച് ഇട്ടിട്ട് കൊടുത്ത്. ഇപ്പോൾ ഇതെല്ലാം നല്ല തളിച്ചിട്ടില്ലേ മീനെല്ലാം നല്ല ബന്ധിട്ട് വന്നിന്. അപ്പോൾ നമുക്ക് നോക്കാം മീനെല്ലാം ബന്ധിനാന്നില്ലേന്നല്ലോ. അപ്പോൾ ഇതാ നല്ല ബന്ധിട്ടെല്ലാം വന്നിന്. ഇത് തല എല്ലാം ആർക്കെല്ലാം ഇഷ്ടം എല്ലാം കമൻ്റ് ആക്കുക. മാങ്ങ എല്ലാം ബന്ധിട്ട് വന്നിന്. ഇത് മീനിൻ്റെ പീസ് ഇതെല്ലാം നല്ല ബന്ധിട്ട് വന്നിന്. ഇപ്പോൾ കറി നമുക്ക് റെഡിയായിന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര തന്നെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്നെ കണ്ടേ. എപ്പോൾ ഞാൻ ചെല്ലുന്നത് അങ്ങനെ സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്നെ കണ്ടിരുന്ന്. അപ്പോൾ ലൈക്ക് ആക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഇമോജെങ്കിലും കമൻ്റായിട്ട് ഇടണോ. അപ്പോൾ എല്ലാവരും കാണുന്നതെന്നറിയും. ഒരു ഇമോജെങ്കിലും കമൻ്റായിട്ട് ഇടണം. ബൈ. അസ്സലാമു അലൈക്കും.